നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2029 കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സൂപ്പർ ബാലൻഡിയോർ ആർക്ക് ലഭിക്കും? നിരവധി സുഹൃത്തുക്കൾ പലവട്ടമായി ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ ഇന്നലത്തെ ലൈവ് പോലും പലരും ആ ചോദ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ നമ്മളൊരു സൂപ്പർ ബാലൻഡിയോർ പവർ റാങ്കിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സൂപ്പർ ബാലൻഡിയോറിൻ്റെ ചരിത്രം എന്താണ് എന്നുള്ളതൊന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. 1989 ഏറ്റവും ഒടുവിൽ സൂപ്പർ ബാലൻഡിയോർ കൊടുക്കുക. ഒടുവിൽ നല്ല ഒറ്റ തവണയെ കൊടുത്തുള്ളൂ, അത് ആ വർഷമാണ്. പ്രീവിയസ് 3 ഡെക്കേഡ്സിലെ കഴിഞ്ഞ 30 വർഷക്കാലത്തെ മികച്ച പ്രകടനത്തിന് കൊടുക്കുന്ന അവാർഡെന്ന് പറഞ്ഞുകൊണ്ടാണ് 1989 ഈ അവാർഡ് കൊടുക്കുന്നത്. അന്ന് വിന്നറായത് അർജൻറ്റീൻ താരം, പിന്നെ സ്പെയിനൊക്കെ വേണ്ടി കളിച്ച ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയാണ്. അദ്ദേഹമാണ് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി പ്രീസീഡിങ് 3 ഡെക്കേഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവാർഡിന് അർഹനായത്. റണ്ണറപ്പായത് യോഹാൻ ക്രൈഫായിരുന്നു. 3-ാം സ്ഥാനത്ത് വന്നത് ഫ്രാൻസിൻ്റെ മിഷേൽ പ്ലാറ്റിനി ആയിരുന്നു. അതാണ് അന്നത്തെ ഒരു കണക്ക്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അർജൻറ്റീനക്കാരന് കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഡി സ്റ്റെഫാനോക്ക്. കാരണം അന്ന് യൂറോപ്പിൽ കളിക്കുന്ന യൂറോപ്യൻ താരങ്ങൾക്ക് കൊടുക്കാറുള്ളൂ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അദ്ദേഹം അപ്പോഴേക്കും സ്പെയിനിലേക്ക് മാറി സ്പെയിനിന് വേണ്ടി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി 3 ഡെക്കേഡ് കഴിയുന്നത്, ആ അവാർഡിന് ശേഷം 3 ഡെക്കേഡ് 30 വർഷങ്ങൾ കഴിയുന്നത് 2029 അതുകൊണ്ട് 2029 ഈ ബാലൻഡിയോർ പുരസ്കാരം, സൂപ്പർ ബാലൻഡിയോർ പുരസ്കാരം സമ്മാനിക്കപ്പെടുമെന്ന് ഫുട്ബോൾ ലോകം പൊതുവെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും എക്സാക്ട്ലി 1 ഇയർ മുമ്പ് 2025 ജൂണിൽ അവരിതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവരിട്ടൊരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: എ ബാലൻഡിയോർ അൺലൈക്ക് എനി അതർ. ഇൻ 1989 one player received a trophy no one else ever has, the super ബാലൻഡിയോർ. ബട്ട് ഹു വാസ് ഇറ്റ് എന്ന ചോദ്യം, അത് ഡി സ്റ്റെഫാനോയാണ്. എന്നിട്ട് അവർ പറയുന്നു, ആൻഡ് ഇഫ് ഇറ്റ് വെയർ അവാർഡഡ് അഗെയിൻ ടുഡേ ഹു വുഡ് ഡിസേർവ് ഇറ്റ്. ഇപ്പോൾ ആ ബാലൻഡിയോർ പുരസ്കാരം, സൂപ്പർ ബാലൻഡിയോർ പുരസ്കാരം വീണ്ടും കൊടുത്താൽ ആർക്കായിരിക്കും ലഭിക്കുക എന്ന് ചോദിച്ചുകൊണ്ടിട്ട പോസ്റ്റാണ്. പക്ഷേ ആ പോസ്റ്റിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ കൂടെ അതിൻ്റെ തംബ്നെയിലായിട്ട് വരുന്നത് ആരാന്നറിയോ? അതിൻ്റെ തുടക്കത്തിൽ വരുന്ന ആരാന്നറിയോ? സാക്ഷാൽ ലിയോ മെസ്സിയാണ്. അപ്പോൾ ആരാധകരുടെ ചോദ്യം അത് തന്നെയാണ്. ആദ്യം മെസ്സി വരുന്നു, പിന്നെ ബെൻസീമ, അങ്ങനെ സമീപകാലത്ത് നേടിയിട്ടുള്ള ബാലൻഡിയോർ പുരസ്കാര ജേതാക്കളൊക്കെ അതിലുണ്ട്. ബട്ട് ഇതോടുകൂടി ആരാധകരുടെ ചോദ്യം, ഇപ്പോൾ കഴിഞ്ഞ 3 ഡെക്കേഡിലെ മികച്ച താരം എന്ന് പറഞ്ഞാൽ അത് മെസ്സി തന്നെയല്ലേ, അദ്ദേഹത്തിനല്ലേ കൊടുക്കേണ്ടതെന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും പുതിയ ഒരു ബാലൻഡിയോർ, സൂപ്പർ ബാലൻഡിയോർ പവർ റാങ്കിങ്, സ്കോർ 90 തയ്യാറാക്കിയ സൂപ്പർ ബാലൻഡിയോർ പവർ റാങ്കിങ് ആണ്. 10 പേരുടെ റാങ്കിങ് ഉണ്ട്. 10-ാം സ്ഥാനത്ത് ഖക്കയാണ്, ബ്രസീലിയൻ താരം ഖക്ക. അതേസമയം 9-ാം സ്ഥാനത്ത് ജോർജ് വിയെ ആണ്. ആദ്യമായിട്ട് യൂറോപ്പുകാരനല്ലാത്ത ഒരാൾക്ക് ബാലൻഡിയോർ കിട്ടിയത് ജോർജ് വിയക്കാണെന്ന കാര്യം ഓർക്കുക. 7-ാം സ്ഥാനത്താണെങ്കിൽ റോബർട്ടോ ബാജിയോ വരുന്നു. 7-ാം സ്ഥാനത്ത് ലൂക്ക മോഡ്രിച്ച്. 6-ാം സ്ഥാനത്ത് വാൻ ബെസ്റ്റൻ. 5-ാം സ്ഥാനത്ത് റൊണാൾഡീഞ്ഞോ, ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡീഞ്ഞോ. 4-ാം സ്ഥാനത്ത് സിനദിൻ സിദാൻ, ഫ്രഞ്ച് ഇതിഹാസം സിദാൻ. 3-ാം സ്ഥാനത്ത് റൊണാൾഡോ ഫെനോമനോ, ബ്രസീലിയൻ ഇതിഹാസം 2 തവണ ബാലൻഡിയോർ നേടിയ ആൾ. പിന്നെ 2-ാം സ്ഥാനത്തോ ക്രിസ്ത്യാനോ റൊണാൾഡോ, പോർച്ചുഗീസ് സൂപ്പർ താരത്തിന് 2-ാം സ്ഥാനം കൊടുക്കുന്നു. 5 ബാലൻഡിയോറുകളാണ് അദ്ദേഹത്തിനുള്ളത്. 1-ാമതോ അത് ലിയോ മെസ്സിയാണ് പവർ റാങ്കിങ്ങിൽ. കാരണം 8 ബാലൻഡിയോർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 ഡെക്കേഡിലെ ബാലൻഡിയോറിലെ അവാർഡിൻ്റെ കണക്കും അതുപോലെ തന്നെ കഴിഞ്ഞ 3 ഡെക്കേഡിലെ പ്രകടനത്തിൻ്റെ കണക്കൊക്കെ നോക്കുമ്പോൾ മെസ്സി തന്നെ 1-ാമത്. സോ 1-ാമത് ലയണൽ മെസ്സി. അപ്പം ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ബാലൻഡിയോർ പുരസ്കാരം പെലെക്കൊന്നും ബാലൻഡിയോർ കിട്ടിയിട്ടില്ല, പക്ഷേ ബാലൻഡിയോർ ഓഫ് ദി സെഞ്ച്വറി, നൂറ്റാണ്ടിൻ്റെ പുരസ്കാരം പെലെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ബാലൻഡിയോർ ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ സൂപ്പർ ബാലൻഡിയോർ വീണ്ടും 2029 കൊടുത്തേക്കുമെന്നുള്ള സൂചനകൾ വരുമ്പോൾ അത് ലിയോ മെസ്സിക്കല്ലേ എന്ന ചോദ്യമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.